ഹായ്, സുധാചന്ദ്രൻ മാഡം. നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാൽസോൾ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സും അവരുടെ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഒരു ഫ്രീഡം ലൈഫിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു മിഷൻ പൂർത്തീകരണത്തിലേക്ക് എത്തുക. സോ മേഡം, നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം, മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേഡത്തിൻ്റെ ഒരു തുടക്കം ഒന്ന് പറയാമോ? എവിടെയാണ് മേഡത്തിൻ്റെ ലൊക്കേഷൻ, സ്ഥലം എവിടെയാണ്, പാരൻസ് എന്താണ് ചെയ്യുന്നത്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ കങ്ങടയിലാണ് ജനിച്ചത്, കോട്ടയം ജില്ലയിൽ. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. പിന്നെ കൃഷിയോടുള്ള ആ ഒരു അഭിനിവേശം കൊണ്ട് അച്ഛൻ ജോലിയൊക്കെ രാജിവെച്ച് കർഷകനായി. അമ്മയും അതുപോലെ തന്നെ. പിന്നെ എനിക്കൊരു ചേച്ചി ഉണ്ട്. ചേച്ചി ഇപ്പോൾ ഇല്ല, ചേച്ചി ഡോക്ടറായിരുന്നു. അപ്പോ ഞങ്ങളുടെ ഫാമിലിയില് കുട്ടിക്കാലത്ത് മുതലേ അച്ഛൻ മറ്റാരെങ്കിലും വന്നിട്ട് അവർക്കൊരു സൊല്യൂഷൻ ചോദിച്ചാല്, ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പെട്ടെന്ന് തന്നെ അവർക്കൊരു മറുപടി കൊടുക്കുന്നത് ഞാൻ കുട്ടിക്കാലത്തെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ആ 8 വയസ്സ് വരെ കിട്ടിയതാണ് ഞാൻ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടിക്കാലത്തെ കുട്ടികളെ എങ്ങനെ കരുതണം എന്നുള്ള ഒരു രീതിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, ടീച്ചറുടെ സ്കൂളും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ എന്തൊക്കെയായിരുന്നു? സ്കൂള് നെടുകുന്നത്താണ് പഠിച്ചത്, സെന്റ് തെരേസ്യാസ് ഗേൾസ് ഹൈസ്കൂളില്. കോളേജ് ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജിലാണ് പഠിച്ചത്. BEd ഒക്കെ അവിടുന്ന് കഴിഞ്ഞു. അവിടെ തൊട്ടടുത്ത് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായിട്ട് കയറി അവിടെ തന്നെ ഇരുന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, സന്തോഷം. ടീച്ചർ ഇപ്പോൾ നിലവിൽ എന്താ ചെയ്യുന്നത് ഒന്ന് ഷെയർ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് പറയാം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തില് ഫാമിലിയെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതില് അച്ഛനും അമ്മയും മക്കളും പെടും. അതിനായിട്ട് എനിക്ക് അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പുണ്ട്, പേരൻസിനായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഒപ്പം കുട്ടികൾക്കുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. 3 വർഷത്തോളമായി ഞാൻ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ചെറിയ ഓരോ ടിപ്പ് കൊടുക്കും. അവരുടെ ജീവിതത്തില് സ്കൂളിൽ നിന്ന് കിട്ടാത്ത ടിപ്സ് ആയിരിക്കും കൊടുക്കുക. അതായത് മൂല്യങ്ങൾ അറിഞ്ഞ് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചാൽ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ ടീച്ചറിന് എങ്ങനെയായിരുന്നു? ശരിക്കും ഈ ഓൺലൈനിൽ ക്ലാസ്സസ് കൊടുക്കുക, കുട്ടികളോടൊക്കെ സംസാരിക്കുക, ഇതിലോട്ടൊരു മാറ്റം എപ്പോഴാണ് സംഭവിച്ചത്? അത് വലിയ രസകരമായ ഒരു കാര്യമാണ്. പെട്ടെന്നല്ലേ ലോക്ക്ഡൗൺ ഉണ്ടായത്. ഞാൻ ശരിക്കും ഹൈസ്കൂളിലെ ടീച്ചറാണ്, ബയോളജി അധ്യാപികയാണ്. പക്ഷേ സ്കൂളിൽ പ്രത്യേക പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആവാറാണ്. അങ്ങനെ 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ചും ഞങ്ങള് അമ്മമാർക്ക് കത്ത് എഴുതിയൊക്കെ ഇങ്ങനെ രസകരമായിട്ട് വരുന്ന ദിവസമാണ് ലോക്ക്ഡൗൺ ആകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങള് വഴക്കായി, ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് വിടെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരുടെ അടുത്ത് വഴക്കായി. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഞാൻ മക്കള് വിളിക്കുമ്പോ പറയും, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അപ്പൊ മക്കൾക്ക് അതിലൂടെ കഥ പറഞ്ഞു തരാം. അവർക്ക് കഥയാ കേൾക്കേണ്ടത്. എന്നും ക്ലാസ്സിൽ ആദ്യം ഒരു കഥ പറഞ്ഞിട്ടായിരിക്കും കഥ തുടങ്ങുന്നത്. ഒരു പാട്ടും ഉണ്ടാവും, സിലബസ് കൂടാതെ. അന്ന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതൊക്കെ ഞാൻ യാദൃശ്ചികമായി അതിലേക്ക് വന്നു. അപ്പൊ അതിനൊരു പേര് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോ ലെറ്റ്യൂഡ് എന്ന് നമ്മൾ എഴുതും, പക്ഷെ എറ്റ്യൂഡ് എന്നാണ്. അത് ഫ്രഞ്ച് നെയിമാണ്. സ്റ്റഡി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു പേരാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റോറി ടെല്ലിംഗ് ഗ്രൂപ്പായി. അഡ്മിനോടെ ഗ്രൂപ്പാ, പക്ഷെ ഞാൻ എന്നും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കും, കഥ പറയും. അങ്ങനെ കുഞ്ഞുങ്ങളും ഞാനും കൂടി ആ ഒരു അവധിക്കാലം ഒരിക്കലും മറക്കാനാവാത്തതാക്കി മാറ്റി. ഇന്നും അത് തുടരുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവിടേക്ക് എവിടൊക്കെ ഞാൻ പോയി ക്ലാസ് എടുക്കുന്നോ അവിടുത്തെ HMന്റെ പെർമിഷനോടെ കൂടുതൽ കുട്ടികളും പേരൻസാണ് ജോയിൻ ചെയ്യുന്നത്. അവർ വന്നു ചേരുകയും അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലോക്ക്ഡൗൺ ആണ് നമുക്കൊരു നല്ല അവസരം കിട്ടിയത്. ഓൺലൈനിൽ ലോക്ക്ഡൗൺ ആണ് അവസരം നൽകിയത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോവുകയുള്ളായിരുന്നു. അതെ, അതിനുശേഷം ടീച്ചർ എങ്ങനെയാണ് ഈ നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയോടൊക്കെ കണക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്?
അതിനുശേഷം ഞാന് ട്രെയിനിങ്ങിന് പോയി. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ പല ടീച്ചേഴ്സും പറഞ്ഞു, ടീച്ചറെ ട്രെയിനേഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചിലര് അംഗീകരിക്കത്തുള്ളൂ, ചില പേരൻസ് ഒക്കെ PTA-യിലൊക്കെ അംഗീകരിക്കത്തുള്ളൂ, അതുകൊണ്ട് ടീച്ചർ അങ്ങനെ ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ടോട്സ് എന്ന് പറഞ്ഞ് സുധാ സാറിന്റെ ഗ്രൂപ്പിൽ എത്തിപ്പെടുകയും അവിടെ ഞാൻ മാസ്റ്റേഴ്സ് ട്രെയിനിങ് എടുത്തു. NSDCയുടെ മാസ്റ്റർ ട്രെയിനറാണ് ഞാനിപ്പോ. കൈറ്റ്സിന്റെ സർട്ടിഫിക്കറ്റും ഇപ്പൊ എനിക്ക് എവിടെ വേണേലും പോയി ക്ലാസ് എടുക്കാമല്ലോ, ആ ഒരു രീതിയിലോട്ട് മാറിയത്. പക്ഷേ എനിക്കൊരു സത്യം മനസ്സിലായത്, കുഞ്ഞുങ്ങളെ അല്ല വാസ്തവത്തിൽ മോട്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്, അച്ഛനമ്മമാരെ തന്നെയാണ്, പ്രത്യേകിച്ച് അമ്മമാര്. അങ്ങനെ വന്നപ്പോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീരേഖയും കൂടി ഒരു വുമൺ എംപവർമെന്റ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ അവിടെ ഞങ്ങള് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോഴും അവിടെയുള്ള സ്ത്രീകൾക്ക് പുള്ളിക്കാരി യോഗയാണ് എടുക്കുന്നത്, ഞാൻ മറ്റുള്ള ജനറൽ ക്ലാസ്സുകളും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് സാറിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ കാണാനിടയായി. എനിക്ക് പക്ഷെ ടെക്നിക്കലായിട്ട് വലിയ അറിവുകളില്ല. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കും, എല്ലാം തന്നെ എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, അതെനിക്കറിയാം. പക്ഷെ ബാക്കിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോഴാണ് സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ ആകർഷകമായിട്ട് തോന്നുകയും അവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തത്. ഓക്കെ, വളരെ സന്തോഷം. ടീച്ചർ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ടീച്ചറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ടീച്ചർ ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ടല്ലേ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ബുക്കുകൾ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അംഗീകാരങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? ഞാന് സത്യത്തില് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയുക, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും, പക്ഷെ സ്വയം ഇൻസ്പിറേഷൻ തോന്നണമെങ്കിൽ ഒരു സ്പാർക്ക് അവർക്ക് എവിടെയെങ്കിലും കിട്ടണം. അത് കിട്ടാനുള്ള ഒരു സ്പാർക്കുമായിട്ട് 700-ലേറെ കുട്ടിക്കഥകള്, ഒരു പേജ് പോലും ഇല്ലാത്ത ഒരു പാരഗ്രാഫുള്ള കുട്ടിക്കഥകള് ഇനിയും വിട്ടൂല്ലേ, കുരങ്ങിന് ചേവാണ്. അതില് ഉച്ചക്കുട്ടി ബോധ മനസ്സിന്റെ പ്രതിനിധിയും മിട്ടു കൊരങ്ങൻ മനസ്സും. അപ്പൊ മിന്നി മിട്ടു കഥകള് ഞാൻ എഴുതി വാട്സാപ്പിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പോയി. അപ്പൊ അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കഥ ലിറ്റ്യൂഡ് മോട്ടിവേഷന്റെ ബേസില് കാവ്യസാഹിതി ബുക്സ് സ്നേഹകുപ്പായം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചായിരുന്നു. അതിനകത്ത് സ്നേഹമാണ് എന്റെ തീം എന്ന് പറയുന്നത്, സ്നേഹമാണ്. അതായത് സ്നേഹിക്കുകയാണ് എങ്കിൽ വേറൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതില്ല, പ്യുവർ സ്നേഹം. അതിനകത്ത് ചിലപ്പോ അമ്മയും അച്ഛനും പറയുമായിരിക്കും, ഞാൻ മക്കളെ ഇത്രയും കാര്യമായിട്ട് വളർത്തിയില്ലേ, എന്നിട്ട് നീ എന്നെ നോക്കിയില്ലല്ലോ എന്ന്. അതുപോലും അൺകണ്ടീഷണൽ അല്ല, അത് കണ്ടീഷൻ വെച്ചിട്ടാ. ഞാൻ നിന്നെ വളർത്തി, അതുകൊണ്ട് നീ എന്നെ നോക്കണം. അത് നടക്കത്തില്ല നമ്മുടെ അടുത്ത്. നമുക്കൊന്നേ ഉള്ളൂ, സൂര്യൻ ഇങ്ങോട്ട് തരുന്ന സ്നേഹം എങ്ങനെയാ, അതുപോലെ സ്നേഹസൂര്യനാകാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിരന്തരം ഞാൻ പേരൻസിന് കൊടുത്തുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കായിട്ട് സ്നേഹക്കുപ്പായം, സ്നേഹക്കുന്നിലെ മഴവിൽ കൊട്ടാരം, ഇനി അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് സ്നേഹ താഴ്വര, ഫുൾ സ്നേഹത്തിന്റെ കുറേ കഥകളാണ്. അതോടൊപ്പം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ, എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ വരച്ച ചിത്രം, അവര് ഞാനും കൂടെ ഒരു ബുക്ക് എഴുതി, ക്ലാസ്സിലെ കഥകൾ എന്ന് പറഞ്ഞ്. അത് ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഉള്ള കഥകളാണ്, അവരോടൊപ്പം ഉള്ള എൻ്റെ അനുഭവങ്ങളാണ്. അതിന് 2020 ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ആ പുസ്തകവും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലയാള കാവ്യസാഹിതിയാണ്. ആ ഒരു സംഘടനയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന് പറഞ്ഞ് മധുബാലൻ സാറിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നത് അവിടെയാണ്. സാറ് തന്ന ആ ഒരു ഇൻസ്പിറേഷൻ, എൻ്റെ ഒരു ടീമുണ്ട്, അഡ്മിൻ പാനലുണ്ട്, അവര് തന്ന ഇൻസ്പിറേഷനാണ് എന്നെ ഇവിടെ എത്തിക്കുന്നതിന് ബേസ്മെന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഇങ്ങനെ കടന്നു വരും, അവരൊക്കെ നമുക്ക് ഓരോ വലിയ വാല്യൂസ് തന്നിട്ടായിരിക്കും പോവുക. അതെ,
വളരെ സന്തോഷം ടീച്ചറിനെ പോലെ ഒരാളെ നമ്മുടെ കാൽസൽ കമ്മ്യൂണിറ്റിയിലേക്ക് ലഭിച്ചതിൽ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുമ്പോഴേ നമ്മൾ എഴുതിയിരുന്ന ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ്: നമ്മുടെ അറിവുകളും നമ്മുടെ കഴിവുകളും ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളത്. ശരിക്കും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫ്രെയിംസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു അച്ചീവ്മെൻറ്റ്സ്, അതൊരു എമൗണ്ട് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വാല്യൂസ് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് തിരിച്ചൊരു എക്സ്ചേഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന എത്രയാണോ വാല്യൂ കൊടുക്കുന്നത് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടാൻ കഴിയുക. അപ്പോൾ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ടീച്ചർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മെമ്പേഴ്സുമായിട്ടുള്ള ഇടപെടൽ, നമ്മുടെ ഈ ഒരു എക്കോ സിസ്റ്റത്തെ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? അതായത് സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ അറിവുകൾ വീഡിയോസിലൂടെയും ക്യാമറാസിലൂടെയും നിങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ടീച്ചർ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കേരളത്തിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു പ്രതിനിധിയാണ്. ചിലപ്പോൾ നല്ല അറിവുള്ള ടീച്ചേഴ്സ് ഉണ്ട്, പലപ്പോഴും വാട്സപ്പ് ഉപയോഗിക്കാനായിട്ടോ സൂം ഉപയോഗിക്കാനായിട്ടോ മടിയുള്ള, ടെക്നിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന ടീച്ചറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ടീച്ചർക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക്, നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത്? വീഡിയോ ചലഞ്ച് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതോടൊപ്പം തന്നെ കോഴ്സ്, ഫ്രീഡോ ചലഞ്ച്, നേരിട്ടുള്ള മീറ്റിങ്സ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒത്തിരി ആൾക്കാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോംസിലേക്ക് വരാനായിട്ടും അവരുടെ ലൈഫിലും ഒരു വലിയ സാധ്യതകൾ കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത് ഒരുപാട് കഴിവുമായിട്ടാണ്. എല്ലാവരും പറയും, ഓ എനിക്ക് കഴിവില്ല 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 എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു എസ്കേപ്പിസം, കഴിവുള്ളിലുണ്ട്. അതായത് ഒരു തേങ്ങയ്ക്കകത്ത് പൊങ്ങുണ്ടെങ്കിൽ ആ പൊങ്ങിനകത്ത് ആ തേങ്ങയ്ക്ക് ആര് വളമിട്ട് കൊടുത്തില്ലേലും വളർന്ന് തൈത്തേങ്ങാകാനുള്ളതും കുറച്ചുകൂടി മുതിർന്ന് വളർന്നു പോകാനുള്ളതുമായ എല്ലാ സംഭവം ഈ പൊങ്ങിനകത്തുണ്ട്. പക്ഷേ ആരും അറിയുന്നില്ല സ്വന്തം ഉള്ളിലാണ് ഈ കഴിവിരിക്കുന്നതെന്ന്. തേടിക്കൊണ്ടിരിക്കുക, റഡാർ വെച്ച് തേടിക്കൊണ്ടിരിക്കുക എവിടെയെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ ഈ സ്വന്തം ഉള്ളിലെ കഴിവുണർത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യമാണ് സാറ് ചെയ്യുന്നത് 10 days വീഡിയോ ചലഞ്ച്. ആ വീഡിയോ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, എൻ്റെ ലൈഫ് ഈ ഒരു 45 ദിവസം കൊണ്ട് പരിശോധിച്ചാൽ അറിയാം. നേരത്തെ ഒന്നും ഞാൻ വീഡിയോസ് വളരെ ബുദ്ധിമുട്ടിയാണ് യൂട്യൂബില് മുഖം കാണിച്ച് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കും, അപ്ലോഡ് ചെയ്യും. ആ രീതിയിലോട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. അതിന് കാരണം 10 days വീഡിയോ ചലഞ്ച് തന്നെയാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. മനുഷ്യന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വീഡിയോ എടുക്കുക, അതാണ് ഒന്നാമത്തെ പാഠം ഇവിടുന്ന് കിട്ടിയത്. രണ്ടാമത്തെ പാഠം, ഒരു മെന്റർ എന്നുള്ള നിലയിൽ ആരൊക്കെ ഗ്രൂപ്പിലുണ്ടോ അത്രയും പേരുടെ അടുത്ത് പേഴ്സണൽ കെയർ കൊടുക്കുക. സാറിത് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പേഴ്സണൽ കെയർ കൊടുത്ത് 150 പേരെ ഒരേപോലെ നിർത്തിയ ഒരു കമ്മ്യൂണിറ്റി എനിക്കുണ്ട്. ഒപ്പം ഇപ്പൊ ഒരു 25 പേരോളം ഉള്ള ഒരു ബേസ്മെന്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഒരു ഡിസാസ്റ്റർ വന്നാൽ ഞങ്ങൾ തയ്യാറാ എന്തും ചെയ്യാനെന്ന് പറയുന്ന അമ്മമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതെന്റെ ഏറ്റവും വലിയ ബലമാണ്. എന്നോടൊപ്പം നിൽക്കുന്ന 25 പേരുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങള് 1000 പേരോളം പല ഗ്രൂപ്പുകളിലായിട്ട്, അതായത് പല കാറ്റഗറിയാണെന്ന് പറഞ്ഞല്ലോ. അച്ഛനമ്മമാര്, അമ്മമാര്, മക്കള്, അങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് എന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞ 1000-ലേറെ പേരാണ്. അത് മാത്രമല്ല, എനിക്ക് പരിചയമുള്ളവരും. ഒരാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അവർ പറയുന്നത് ടീച്ചറെ ഒന്ന് വിളിക്കുന്നു. ഞാൻ അതിന് ടൈം നോക്കാറില്ല, പേയ്മെന്റ് നോക്കാറില്ല. ഇപ്പൊ ചോദിക്കുക എന്തെങ്കിലും പേയ്മെന്റ് വേണോന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ ഒരു 111 രൂപയ്ക്ക് ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. കാരണം അത് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ റിസൾട്ട് എന്ന് പറഞ്ഞത് ധാരാളമാണ്. നമ്മള് പണത്തിനായി ജീവിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പണം എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് ആണ്. ചേസ് ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പണം ഇല്ലാതായി പോകുന്നത്. എനിക്ക് വളരെ സങ്കടമുണ്ട് കേരളത്തിലെ അവസ്ഥ കാണുമ്പോൾ. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ ആഴ്ചയിലെ ധനം മാസിക ഓൺലൈനിൽ വായിച്ചു നോക്കിയാൽ അറിയാം കേരളത്തിലെ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥ. എത്ര സ്ത്രീകള് PGയും അതിനു മുകളിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 46% വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നത്. ഇതൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. ഇതാണ് സമൂഹത്തിൽ ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല.
അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്റെ മക്കൾ ജോലി ഇല്ലാതെ കൊണ്ട് അടുക്കളപ്പണിയാ ചെയ്യാൻ പോകുന്നത്? അടുക്കളപ്പണി ചെയ്യുന്ന കുഴപ്പമാണെന്നല്ല പറഞ്ഞു. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അടുക്കളപ്പണിയും ചെയ്ത് വീട്ടിലെ എല്ലാ പണിയും ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനൊരു സുഖം വേറെയാ. മക്കളെ വളർത്തണം, അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോയില്ല, അങ്ങനെയില്ല. മക്കൾ കണ്ടു വളരണം. മടിയില്ലാത്ത അച്ഛനെയും അമ്മയും കണ്ടാ മക്കൾ വളരേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എന്റെ മുന്നിലുള്ളത്. ഞാൻ അതുകൊണ്ട് എവിടെ ചെന്നാലും ഇത് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, കാലാകാലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ പഠിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്തിട്ട് അതിലൊരു ആക്ഷൻ എടുത്താൽ സക്സസ് ഉണ്ടാകുകയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബ്രൂസ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, 1000 വിദ്യ പഠിക്കുന്നവരെ എനിക്ക് യാതൊരു പേടിയില്ല, എന്നാൽ ഒരേ വിദ്യ 1000 തവണ ആവർത്തിക്കുന്നയാളെ എനിക്ക് പേടിയാന്ന് ബ്രൂസ്ലിയാ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് സത്യം. ഫോക്കസ് ഇല്ലായ്മ. നമ്മൾ ഫോക്കസിലേക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതിനൊരു സിലബസ് ഉണ്ടായിട്ടുമില്ല ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് പഠിപ്പിക്കാൻ. അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഇടയിൽ. നമ്മുടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയും മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്ത് നേടുന്നു? വളരെ സങ്കടകരമായ അവസ്ഥയാ സാറേ ഇത്. അതെ, വളരെ സന്തോഷം നമുക്ക് ഇത്രയും നല്ല വാല്യൂസ് ഷെയർ ചെയ്യാൻ പറ്റി. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ്, അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിംസിൽ ടീച്ചർ പറഞ്ഞ 10 days വീഡിയോ ചലഞ്ച് അത് സൗജന്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരു നല്ല എക്കോസിസ്റ്റമാണ്. ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ വ്യത്യാസം കൊണ്ടുവരാനായിട്ട് ഈ 10 days വീഡിയോ ചലഞ്ചിനെ സഹായിക്കും. ഇത് എങ്ങനെയാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഞാൻ ഒന്ന് അവതരിപ്പിക്കാം. അതിനുശേഷം നമ്മുടെ ഡിസ്കഷനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഞാൻ കരുതുന്നു ഒരു ടീച്ചറെങ്കിലും അവരുടെ ലൈഫിൽ ഈ ഒരു വീഡിയോ ചലഞ്ച് ചെയ്ത് അതിലൂടെ മറ്റുള്ളവർക്കൊരു വാല്യൂസ് പകർന്നു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റം മുന്നോട്ട് പോകും. ഇതൊരു റിപ്പിൾ എഫക്റ്റാണ്. നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യം നമ്മൾ ഒരു കൂട്ടമായിട്ട്, നമ്മളൊരു ആർമിയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൊടുക്കാൻ കഴിയാത്ത ഒത്തിരി വാല്യൂസും മൂല്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ പകരാനായിട്ട് കഴിയും. ഇപ്പോൾ 10 days വീഡിയോ ചലഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടീച്ചേഴ്സ്, ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ താഴെ ഞാൻ സൗജന്യമായിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാനൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, 2 ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, 3 10 ദിവസം നമ്മൾ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. 10 ദിവസത്തിൽ 1ാമത്തെ ദിവസം 10 വീഡിയോ ആണ് ചെയ്യേണ്ടത്. ആ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജാണ് അയക്കുന്നതെങ്കിൽ അതിന് വീഡിയോസിലൂടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ, വളരെ ചെറിയ രീതിയിൽ. അങ്ങനെ തുടങ്ങി 10 വീഡിയോ ആദ്യത്തെ ദിവസം ചെയ്യുക. ചെയ്തിട്ട് 2ാമത്തെ ദിവസത്തേക്ക് വരിക. 2ാമത്തെ ദിവസം നമ്മുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വീഡിയോസിലൂടെ റെസ്പോണ്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഫീഡുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടാഗ് മാംഗോ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ സുധാ മേഡം ഇപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മേഡത്തിൻ്റെ ഒരു ലോഗോ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റം. അപ്പോൾ മേഡം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസ് ഇതുപോലെ ഫീഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരും കോമൺ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും അവർ 10 days വീഡിയോ ചലഞ്ചിൽ ഓരോ ദിവസത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിവിടെ നമുക്ക് അറിയാൻ പറ്റും. നോക്കി, ഇത് 4ാമത്തെ ദിവസം ഒരാൾ ചെയ്യുന്ന വീഡിയോ ആണ്, ഇത് 3ാമത്തെ ദിവസം ചെയ്ത വീഡിയോ ആണ്, ഇത് 5ാമത്തെ ദിവസം. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഈ വീഡിയോ ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു ദിവസം 10 വീഡിയോ ചെയ്തിട്ട് 10 ദിവസം ചെയ്യുമ്പോൾ 100 വീഡിയോസ് ഉണ്ടാവും. ആ 100 വീഡിയോയിലൂടെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുത്താൽ 1ാമത്തെ വീഡിയോയും 100ാമത്തെ വീഡിയോയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോഴും റിട്ടയർഡ് ആയിട്ടൊക്കെ ടീച്ചേഴ്സ് ധാരാളം പേര് വീട്ടിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പ്രാക്ടീസ് ചെയ്യുക, സൗജന്യമായിട്ട് ചെയ്യാം. ഒരു കുട്ടിയുടെയെങ്കിലും അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെയെങ്കിലും ഒരു അമ്മയുടെയെങ്കിലും ലൈഫിൽ ഒരു വ്യത്യാസം വരുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും അവസരമുണ്ട്. കാരണം ടെക്നോളജി നമുക്ക് കീഴടക്കാൻ കഴിയുന്നതുള്ളൂ, ഒരു വലിയ കാര്യമല്ല. വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ഇതിൽ ഞാനിവിടെ വീഡിയോ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 100 വീഡിയോയിലൂടെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുമെന്ന് 100% ഞാൻ ഉറപ്പ് പറയുന്നു. അത് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം ഇതുപോലെയുള്ള മീറ്റിങ്സ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇത്രയും സമയമായി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ സീരിയസ് ആണ്. ടീച്ചറിൻ്റെ കയ്യിൽ വളരെയധികം മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിനെ നമ്മൾ ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ ടെക്നോളജിയുടെ ഒരു ചെറിയ സഹായം കൂടെ വേണം. അവിടെയാണ് വീഡിയോസ് നമ്മൾ എടുത്തത്. 2
നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സംവിധാനം വേണം, ഒരു ഓട്ടോമേഷൻസും സിസ്റ്റം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഒത്തിരി എടുക്കും. ഒരാളോട് പറയുന്ന അതേ ആൻസർ 100 പേരെടുത്ത് നമ്മൾ പറയണം. അപ്പോൾ റിപ്പീറ്റഡ് വർക്കുകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കോഴ്സസ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ടീച്ചർ ധാരാളം കോഴ്സസ് ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കോഴ്സസ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് ടൂൾ എന്നാണ് പറയാം. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ടീച്ചറുടെ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ടീച്ചറുടേതായിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തമ്മിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന 100 കണക്കിന് ആൾക്കാർ പല സ്ഥലത്തുണ്ട്. ഇതിനൊരു എക്കോ സിസ്റ്റം എന്ന് പറയാം. അങ്ങനെ ഒരു സംവിധാനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഫേസ്ബുക്ക് നോക്കുന്നേക്കാളും നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റിയുടെ സന്തോഷങ്ങളും അനുഭവങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ എന്ത് വിഷയം നമുക്ക് വന്നാലും കേരളത്തിൽ വന്നാലും അത് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു വലിയ കൂട്ടം ഉണ്ടാവും. കാൽസോളിൽ ഒരു 10% ചാരിറ്റബിൾ എന്ന് പറയുന്നൊരു കാര്യം ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 10% അത് നമുക്കുള്ളതല്ല, ചാരിറ്റബിളിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളത്. അങ്ങനെ 1000-ലധികം മെമ്പേഴ്സ് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ വരുന്നു, ടീച്ചറുടേതായിട്ടൊരു കമ്മ്യൂണിറ്റി വരുന്നു. അങ്ങനെ വാല്യൂ സിസ്റ്റമുള്ള കുറേ കമ്മ്യൂണിറ്റീസ് വരുമ്പോൾ അതിലൂടെ ഒത്തിരി മാറ്റം നമുക്ക് സമൂഹത്തിന് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുള്ളതാണ്. ടീച്ചർ, എന്താണ് ടീച്ചർക്ക് ഇനി നമ്മുടെ ബാക്കിയുള്ള ആക്ഷൻ എടുക്കാനുള്ള ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ടീച്ചറുടെ അനുഭവത്തിൽ? അത് മാത്രമല്ല, ടീച്ചർ ഇപ്പോൾ ലാസ്റ്റ് ഒരു സെയിൽസ് ഒരു 1 lakhന് മുകളിൽ ഒരു മാസമായിട്ടില്ല, 2 ആഴ്ച അല്ല ടീച്ചർ, ഏകദേശം ഒരു 2 ആഴ്ച 21 ദിവസം കൊണ്ട് 1 lakhന് മുകളിൽ അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് കൃത്യമായിട്ടുള്ള സംവിധാനമാണ്. ഇതിനൊരു എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എഫോർട്ടിനനുസരിച്ച് ലൈഫ് ടൈം ആക്സസിലാണ് ടീച്ചർ കോഴ്സസ് കൊടുക്കുക. ഏകദേശം ഒരു 5000 റേഞ്ച് വരുന്ന 4999 അതിൽ ലൈഫ് ടൈം ആക്സസ് ആയിട്ട് ടീച്ചറുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാനിവിടെ താഴെ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ വാല്യൂസ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ തലമുറയ്ക്കും കിട്ടും. കാരണം നമ്മൾ ബുക്സുകളൊക്കെ എഴുതുന്നത് നമ്മളുടെ ഒരു ദിവസം കഴിഞ്ഞു പോയാലും ആ ബുക്കുകൾ നിലനിൽക്കും. അതുപോലെ നമ്മളിവിടെ നിന്ന് പോകുമ്പോഴും നമ്മുടേതായിട്ടുള്ള കുറേ വാല്യൂസ് മാർക്ക് ഇവിടെ നമ്മുടെ ലോകത്തിൽ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ടീച്ചർക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ടീച്ചറുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, ഈ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ടീച്ചർ തുടങ്ങി ഈ ഒരു സെയിൽസിലേക്ക് വന്നപ്പോൾ ഉള്ള സന്തോഷം എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ ബുക്ക് എഴുതിയിട്ട് മലയാള കാവ്യസാഹിതിയാണ് ബുക്ക് പബ്ലിഷ് ചെയ്ത്. ആദ്യത്തെ 500 എണ്ണം പെട്ടെന്ന് തന്നെ സെയിലായി. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ സെയിലാകുന്നുണ്ട്, പക്ഷേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ മുഴുവനും വായിക്കാൻ ഇന്നത്തെ കുട്ടികൾ തയ്യാറല്ല. അവർക്ക് കാണുന്നതൊക്കെ മതി. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഒരു കഥ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതേസമയം ബുക്കിലാണെങ്കിൽ അവർ മെനക്കെട്ടൊന്ന് വായിക്കണമല്ലോ. അതുകൊണ്ട് 2 പേജ് വായിച്ചു, 3 പേജ് വായിച്ചു, അങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മള് കാലത്തിനൊത്ത് മാറുക. പണ്ട് താളിയോലയിലാണ് എഴുതിയത്, അത് കഴിഞ്ഞ് പേപ്പറിലോട്ടായി, അത് കഴിഞ്ഞ് ഇപ്പൊ എന്തിന്റെ കാലം? ടെക്നോളജിയുടെ കാലം. അപ്പോ അതിനനുസരിച്ച് നമ്മളും മോഡേൺ ആവുക. പഴയതാ നല്ലതെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാലം പോകുന്നതനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബിന്റെ കാര്യം തന്നെ പറയാം. എത്ര കാലം കഴിഞ്ഞാലും യൂട്യൂബ് എന്നൊന്നുണ്ട് എങ്കിൽ എന്റെ വീഡിയോസ് എന്നും ആളുകൾ കാണും. ഇനി സംശയമൊന്നും ഇല്ലല്ലോ. എല്ലാ ദിവസവും ഷോർട്സ് കൊണ്ട് കൂടുതൽ ആളുകളോട് ചെല്ലുന്നുണ്ട്, കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്. അവർക്കത് അവരോട് പറയുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ അവർ പറഞ്ഞ എൻ്റെ പ്രേക്ഷകർ പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്നു. അതുപോലെ ഇവിടെയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എനിക്കായിട്ടൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്താൽ, ഇപ്പൊ ആമസോണിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, എനിക്കൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്താൽ അവിടെ എനിക്ക് എല്ലാം വെച്ച് വിൽക്കാം. ചെറിയ എമൗണ്ടിന്, വലിയ എമൗണ്ടിനല്ല, സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ വണ്ടി, അവരുടെ ട്രാൻസ്പോർട്ടേഷനുള്ള കാശ് മാത്രമേ അവർക്കാവത്തുള്ളൂ. അതെനിക്കായിട്ട് ഇവിടെ ചെയ്യാമെങ്കിൽ ഞാൻ അതിന് വേറെ ഒന്നിനെ, ആമസോണിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ അവര് അതേ തുക, കൂടുതൽ കമ്മീഷനൊന്നും ഇല്ലാതെ എനിക്കിവിടെ വെക്കുകയാണെങ്കിൽ അവർക്ക് അതിനടുത്ത് അവർക്ക് ഉപയോഗിക്കാം. അവർക്ക് എക്സ്ട്രാ പണം ആവില്ല. അങ്ങനെയും നമുക്കൊരു സേവനം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മിനിയുടെയും കിട്ടുവിന്റെയും കഥകള്, 1000കണക്കിന് കഥകൾ കയ്യിലിരിപ്പുണ്ട്. ഓരോ ദിവസം ഓരോ കഥ പറഞ്ഞ ഒരു കുഞ്ഞിന് ഒരു കഥ ഒരമ്മ പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയില്ലേ. ഇതൊക്കെ എന്റെ മനസ്സിലൂടെ ഓടുന്ന കാര്യങ്ങളാണ്. അതെ. ടീച്ചറുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഏകദേശം എത്ര വീഡിയോസ് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്? 460. ഓക്കെ.
ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിന് ഞാനിവിടെ താഴെ ടീച്ചറുടെ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി മറ്റു കഥകൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പറ്റും. അതോടൊപ്പം ടീച്ചറുടെ പുറകിലുള്ള ആ പിക്ചർ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ ചില ടൂൾസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ ഇവർ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ 2 ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഡാൻസ് ചെയ്യും. അവരെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലെ മോൻ വരച്ചൊരു പിക്ചർ, പേപ്പറിൽ വരച്ച പിക്ചറാണ്, അതിന് വെറുതെ ഫോട്ടോ എടുത്തിട്ട് പെൻസിൽ കൊണ്ട് വെറുതെ വരച്ച പിക്ചർ ഫോട്ടോ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വെറുതെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ ആ കുട്ടി വരച്ച പടം ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന രീതിയിൽ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതിന് ആനിമേഷനൊക്കെ വലിയ സാധ്യതയുണ്ട്. ഇതിപ്പോ കേരളത്തിലെ മിക്കവാറും പിള്ളേരുടെ കയ്യിലുണ്ട് ഈ ചിത്രം. ചില സ്കൂളുകളിൽ ഈ ചിത്രം ഭിത്തിയിലെല്ലാം ഒട്ടിച്ചിരിക്കുക. കാരണം ഇതിലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഹൊപ്പനൊപ്പൊനോ എന്ന ഒരു പ്രാക്ടീസാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം 1000-ലേറെ ദിവസമായി 10,000-ങ്ങളിലേറെ ആളുകളിലേക്ക് ഹൊപ്പനൊപ്പൊനോ പ്രാക്ടീസ് കൊടുത്തു വരുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുത്തോട്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു വ്യത്യാസം കണ്ടത്, എപ്പോഴും അവനോന് ക്ഷമിക്കാൻ പറ്റില്ല. മറ്റുള്ളവര് ചെയ്യുന്നതിന് അവനോന് ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാം അവരുടെ കുറ്റമാണ്, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായതെന്ന് ചിന്തിക്കത്തുള്ളൂ. വാസ്തവത്തിൽ അവനവന്റെ മനസ്സിന്റെ റിഫ്ലക്ഷനാണ് മറ്റൊരാളിലൂടെ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള സത്യം തിരിച്ചറിയാതെ എപ്പോഴും എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുറ്റം പറയുന്നത്, മുതിർന്നവര് പറയുന്ന ഈ കുറ്റം കേട്ട് കുഞ്ഞുങ്ങളും ഇത് തന്നെ പറയുന്നു. കൂട്ടുകാരെ കുറ്റം പറയുന്നു, സ്കൂളിലെ അധ്യാപകരെ കുറ്റം പറയുന്നു, സമൂഹം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. അവനവൻ എന്താണെന്ന് മനസ്സിലാക്കി അവനവൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുറ്റം പറഞ്ഞ സമയം പോവാണ്. നമുക്ക് ഇന്ന് രാത്രി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു തിരശ്ശീല വീഴുകയാണ് ഒരു ദിവസത്തിന്റെ. പിന്നെ നമുക്ക് ഇന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമയമൊന്നും നമുക്ക് കിട്ടില്ല. ടൈം മാനേജ്മെന്റ് വളരെ കഷ്ടമാണ് മുതിർന്നവരുടെയും കുട്ടികളുടെയും. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ടൈം മാനേജ്മെന്റിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര മണിക്കൂർ മതി, അതിനപ്പുറത്തോട്ട് ആവശ്യമില്ലാത്ത സംസാരത്തിന് പോവണ്ട എന്ന് പറയുന്നുണ്ട്. 3 വാക്ക് പറയാനുള്ള സ്ഥാനത്ത് 1 വാക്ക് പറഞ്ഞ് കാര്യം ഭംഗിയായിട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? വാസ്തവത്തിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിൽ എന്താ സംഭവിക്കുക? വൈകുന്നേരം ഒരു വഴക്കുണ്ടായി, അച്ഛനും അമ്മയും കൂടെ ഒരു വഴക്കുണ്ടായി. ആ സമയത്ത് അവിടുത്തെ അന്തരീക്ഷം ആകെ ചൂടായി. പിന്നെ ഈ കുഞ്ഞിന്റെ ജന്മത്ത് കുഞ്ഞ് വിചാരിച്ചാല് കുഞ്ഞിന്റെ മനസ്സിനെ കുഞ്ഞിന് വഴിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവന് വളർന്ന് വലുതാവേണ്ട വഴിയിലോട്ട്. അപ്പൊ ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് കുറെ പേര് എന്റെ അടുത്ത് വരാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ഈ 8 വയസ്സ് വരെ കിട്ടിയതോ അല്ലെ ഒരു 12 വയസ്സ് വരെ അനുഭവിച്ചത് മാത്രമാണ് അവരുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമായി അവസാനം 80 വയസ്സുള്ളയാള് കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു ചേച്ചി വഴക്കുണ്ടാക്കിയ ഒരു പ്രശ്നം ഓർത്ത് അപ്പോഴും കരയുന്നുണ്ട് 84 വയസ്സിൽ. അതുകൊണ്ട് വല്ലവും ജീവിതത്തിൽ പ്രയോജനമുണ്ടോ? 95% ആളുകളും നമുക്ക് ഉയരാൻ വേണ്ട കാര്യങ്ങളുടെ പുറകെ അല്ല പോകുന്നത്. 95% ആളുകളും സാറ് പറഞ്ഞ പോലെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, അതാണ് ഏറ്റവും വലിയ സീക്രട്ട്. 95% ആളുകളും നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോ നമ്മൾ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ലോകം എന്നാണ്. അങ്ങനൊന്നും അല്ല. ജീവിതം എന്ന് പറയുന്നതില് 10% മാത്രമേ നമ്മൾ വെളി കാണുന്നുള്ളൂ. ബാക്കി 90% കിടനാണ്. അതിലെന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഓരോ കാര്യത്തിനും ഒരു കോസ് ഉണ്ട്, ഒരു എഫക്റ്റിന് ഒരു കോസ് ഉണ്ട്. ആ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാതെ ചുമ്മാ നമ്മള് ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറയും. ഞാൻ ബയോളജി ടീച്ചറാണ്. അപ്പൊ നമ്മൾ ഈ കണിക്കൊന്ന പൂക്കുന്ന കാലം തെറ്റി കണിക്കൊന്ന പൂക്കുന്നത് ഇപ്പോഴും ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പൊ ആളുകൾ പറയുന്നത് വിഷുവിന് പൂക്കേണ്ട കണിക്കൊന്നത് ഇപ്പോഴേ പൂത്ത് നിൽക്കുന്നു, ഈ കണിക്കൊന്നയ്ക്ക് എന്ത് പറ്റി, കാലാവസ്ഥയുടെ കുഴപ്പമാ എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ പുറകില് കണിക്കൊന്നയുടെ വളർച്ചയ്ക്കും പൂവിടലിനും ആവശ്യമായ ഫൈറ്റോ ഹോർമോൺസ് പ്രവർത്തിക്കുന്നു. അത് 90 ദിവസം മുമ്പേ അറിയും ഈ ഇവിടത്തെ കാലാവസ്ഥ എന്താണെന്ന്. അത് തിരിച്ചറിഞ്ഞിട്ടാ. അതുപോലെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതും. എല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നുണ്ട്. അത് നമുക്ക് കൊടുക്കുന്ന കെയർ കുറവിന്റെ കാരണങ്ങളാ. കെയർ നമ്മൾ സെൽഫ് ലവ് കൊടുക്കാത്തത് കൊണ്ട്, അല്ലെ നമ്മളെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. എന്തിനെ താലോലിക്കുന്നോ അത് മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുണ്ട്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് സന്തോഷത്തെ, സമാധാനത്തെ, ആരോഗ്യത്തെ, സമ്പത്തിനെ ഒക്കെ അങ്ങോട്ട് താലോലിക്കുക. പൊന്നുപോലെ അവനവനെ അങ്ങോട്ട് നോക്കുക. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് നന്നായിട്ട് ഇവിടെ ജീവിച്ച് ആസ്വദിച്ചിട്ട് മാത്രം ഇവിടുന്ന് പോയാ മതി എന്നങ്ങോട്ട് അവനോ തീരുമാനം എടുത്താൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല.
അതുകൊണ്ട് തന്നെ അവനവന്റെ ജീവിതത്തിന്റെ താക്കോൽ അവനവന്റെ കയ്യിൽ വെക്കുക. സ്വന്തം ജീവിതമാകുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ വേറെ ആരെയും കയറ്റി ഇരുത്താൻ അനുവദിക്കാതെ ഇരിക്കുക. അതിനെന്ത് ചെയ്യണം? അവനവന് സെൽഫ് കോൺഫിഡൻസ് വേണം, ഫോക്കസ് വേണം, ആക്ഷൻ എടുക്കുവാനുള്ള തന്റെ ഇടം വേണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ സന്തോഷം ടീച്ചർ. നമ്മുടെ കാൽച്ചൽ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആൾക്കാർ ഇപ്പോഴും ഇനിയും ആക്ഷൻ എടുക്കാനുള്ളവരുണ്ട്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് നമ്മളെ വീട്ടിൽ ഞാൻ വീട്ടിയ സമയത്ത് സംസാരിച്ചപ്പോൾ ഞാനൊരു വോയിസ് ക്ലിപ്പാണ് തന്നെ. പക്ഷെ ആ തന്ന സമയത്ത് ടീച്ചറുടെ മനസ്സിൽ എന്താ ഫീൽ ചെയ്തേ? അത് സാറ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത് അന്ന് ക്ലാസ് എടുക്കുന്നത് 333 രൂപയ്ക്ക് മാത്രമായിരുന്നു ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഒരു മാസം സാറ് പറഞ്ഞ് ഈ എമൗണ്ടിലുള്ള അത്രയും നോളജ് ഞാൻ അത്രയും കുറച്ച് തുകയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ടീച്ചർ ഒരുപാട് വാല്യൂ കൊടുക്കുന്നത്, ആ വാല്യൂവിനൊരു വാല്യൂ ടീച്ചർ ഇടണം. ആദ്യം ടീച്ചർ ഇടുന്ന വാല്യൂ ടീച്ചറിന് തന്നെ. ഞാനിപ്പോ പറയൂ അവർക്ക് പൈസ ഒന്നും ഇല്ല, ശമ്പളമൊന്നും ഇല്ല, പിന്നെ ഭർത്താവിനോട് ചോദിക്കട്ടെ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ എന്താണേലും എന്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരുന്നോ എന്റെ കൂടെ എന്ന് ചോദിച്ചു. വിത്തിൻ 21 days 21 ആളുകൾ 21 പേര് എന്റെ കൂടെ വന്നു. 21 പേര് എന്നോടൊപ്പം ഞാൻ കൂട്ടിയിട്ടുള്ളവര്, അങ്ങനെ 23 24 പേര് ഞങ്ങളൊരു ടീമായിട്ട് ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ അത്ഭുതകരമായ യുണീക്ക് കോഴ്സ്. കാരണം ഞാൻ യുണീക്കാണ്, അതുകൊണ്ട് എന്റെ കോഴ്സും യുണീക്കാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഓരോ വ്യക്തിക്ക് അവനവനിൽ ഉണ്ടായാൽ രക്ഷപ്പെട്ടു. കാരണം വേറെ ആരെയും കണ്ട് നമ്മൾ നോക്കണ്ട, നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി വേണം. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. ഈ ലോകത്തിൽ എന്നെ പോലെ ഞാനേ ഉള്ളൂ, സാറിനെ പോലെ സാറേ ഉള്ളൂ, വേറെ ഒരു ഇരട്ട ഉണ്ടായാൽ പോലും ഉണ്ടാവില്ല. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. മറ്റൊന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഖലീൽ ജിബ്രാന്റെ ഒരു പോയമുണ്ട്, ഓൺ ചിൽഡ്രൻ. അതായത് കുട്ടികൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണെന്നേ ഉള്ളൂ, വളർത്തി പ്രാപ്തിയാക്കാൻ ബാധ്യസ്ഥരാണെന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറം ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെ നമ്മൾ നടന്ന് കല്യാണവും കഴിച്ചു കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലും ഇടപെട്ട് അയ്യോ നീ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പിന്നാലെ പോയാൽ നമ്മുടെ മനസമാധാനമേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മളായിട്ട് നിന്ന് കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ വളർത്തുക, അത്രയേ ഉള്ളൂ. അവരെന്ത് ജോലി ചെയ്യണമെന്നോ എങ്ങനെ പോകണമെന്നൊക്കെ അവർ തന്നെ തീരുമാനിച്ചോട്ടെ. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇടപെടാൻ പോകരുതെന്നൊരു റിക്വസ്റ്റേ ഉള്ളൂ എനിക്ക്. കാരണം ഈ ഒരു 10,000 പേരുടെ കഥകൾ കേട്ടതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മക്കളെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഫാമിലിയായിട്ട് അവർ ജീവിക്കാൻ വിടും. നമ്മളെ നോക്കാനല്ല കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഇവിടെ ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. ആ ലൈഫ് പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിരിക്കുന്നത്. അതിന് സഹായിക്കുന്ന വ്യക്തികൾ മാത്രമാണ് നമ്മൾ. അവരെ അവരുടെ ലൈഫ് പർപ്പസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മുടെ ലൈഫ് പർപ്പസും കംപ്ലീറ്റ് ചെയ്യണം. ജോലി കിട്ടുന്നതല്ല, ഗവൺമെന്റ് ജോലി കിട്ടുന്നതല്ല ലൈഫ് പർപ്പസ്. ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമുക്കിവിടെ വന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു ജീവിത ലക്ഷ്യമുണ്ട്. അതിലേക്ക് മുന്നേറുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, മടിയൊക്കെ മാറ്റി വെക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, വളരെ സന്തോഷം. ഇപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന പലരും ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും ടീച്ചറുടെ സംസാരത്തിൽ. അപ്പോൾ ടീച്ചറുടെ ഒരു ലൈഫ് ടൈം ആക്സസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റഡ് ആവും. ടീച്ചേഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ടീച്ചറുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകാം, ടീച്ചറുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ പരസ്പരം എല്ലാവർക്കും വാല്യൂസ് പരസ്പരം കൊടുക്കുക. ടീച്ചർ ആദ്യം പറഞ്ഞ കാര്യമാണ്, മണി എന്നുള്ളതല്ല. മണി തീർച്ചയായിട്ടും നമുക്ക് വേണം. നമ്മൾ വളരെ വില കുറച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ആ ഒരു ഓഡിയൻസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. പക്ഷേ ഒരാൾ പേ ചെയ്ത് വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് അവർ കൊടുക്കും. കാരണം ഏതൊരു കാര്യവും നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട. അപ്പോൾ ഇനിയുള്ള കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ സോളിഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഗ്രോത്തും അങ്ങനെ ആയിരിക്കും. നല്ല അത്രയും ഡെഡിക്കേഷനോട് കൂടി ആൾക്കാർ വരികയും ഫൈനലി 1,00,000 ആൾക്കാർക്ക് മുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ടീച്ചറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു യാത്ര, കാരണം ടീച്ചർ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ ചെയ്താൽ മതി, പക്ഷേ ഈ ഓട്ടോമേഷൻ്റെ സംവിധാനങ്ങളും 100 കണക്കിന് ആൾക്കാരിലേക്ക് ടീച്ചറെ എത്തിക്കും. അപ്പോൾ എല്ലാ ദിവസവും പോഡ്കാസ്റ്റ് ചെയ്യുക, യൂട്യൂബ് ചെയ്യുക, വാല്യൂസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു സാധ്യതകളിലേക്ക് നമുക്ക് എത്തും. ഇതൊരു വാതിൽ തുറക്കലും കൂടിയാണ്. ഇതുവരെയും പല കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെ ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറിയിട്ടൊരു സെൽഫ് ലവിലേക്ക് വരാനായിട്ടും ടീച്ചറുടെ പല ഗൈഡൻസും ഒത്തിരി സപ്പോർട്ട് ചെയ്യും. സോ നമ്മളൊരു വൈൻഡപ്പിലേക്ക് പോവുകയാണ്. ടീച്ചർ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും മെസ്സേജസ് കാൽസോൾ മെമ്പേഴ്സിനോ പബ്ലിക്കിനോ ടീച്ചറിന് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഫോക്കസ്
അതിനാണ് പ്രാധാന്യം. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയിൽ പറഞ്ഞത്, സന്ധ്യാസമയത്ത് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നീ ടി വി വെച്ചു, അല്ലെ മൊബൈൽ വെച്ചു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടി, അല്ലെ മുതിർന്നവർ സംസാരിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒന്ന് തോണ്ടി, ഈ കുഞ്ഞിന്റെ 2 മണിക്കൂർ പഠിക്കാനുള്ള ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് പോയി. മക്കള് പഠിക്കുമ്പോൾ അല്പസ്വല്പം മിണ്ടാതിരുന്ന് അവര് പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് ഒരു തകരാറുമില്ല. നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ ഫോക്കസിലേക്ക്. നമ്മുടെ അർജുനൻ ദ്രോണാചാര്യരുടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പെയ്യുവാനായിട്ട് പഠിപ്പിക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കൊടുക്കാൻ പോകുന്നത്, കൊടുത്തുകൊണ്ടേയിരിക്കുന്നതും എങ്ങനെ ഫോക്കസിലേക്ക് നിങ്ങൾക്ക് പോകാം. മറ്റൊന്ന് ഫാമിലി നല്ലതാണ് എങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ സാമ്പത്തികമായ തകരാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളല് കാണും. ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ ഉള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും വിള്ളല് കാണും നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ. അതൊരു സത്യമായ കാര്യമാണ്. നമുക്ക് സന്തോഷമുള്ള ഒരു സ്ഥലത്തോട്ടല്ലേ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടുവരത്തുള്ളൂ. മണി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരാളാണ്. പക്ഷെ ഇത് വന്ന് നമ്മുടെ വീടിന്റെ വാതിൽക്ക് വന്നെത്തി നോക്കുമ്പോൾ അവിടെ അടിയാണെങ്കിൽ ഇതിൽ വരാൻ തോന്നുമോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആരോഗ്യം, സന്തോഷം, സമ്പത്ത്, മനസമാധാനം, ബന്ധങ്ങള്, വിജയങ്ങള്, പരസ്പര വിശ്വാസം, ഇതെല്ലാം ഒരു മാലയിൽ കോർത്തിട്ടിരിക്കുന്ന മുത്തുകളാണ്. ഇതിലേതെങ്കിലും പൊട്ടി താഴെ പോയെങ്കിൽ എല്ലാം പോയി. അതുകൊണ്ട് ആദ്യം നമ്മള് ചേർത്ത് പിടിക്കേണ്ടത് ഫാമിലിയെയാണ്. ഫാമിലി ബന്ധങ്ങൾക്ക് നല്ല വാല്യൂ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഈഗോയാണ് അവിടെ ഒരു പ്രശ്നം. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറില്ല, എനിക്ക് എന്റേതായ ഉത്തരവാദിത്വം ഉണ്ട് എന്റെ ജീവിതത്തോടെ, എന്റെ ഫാമിലിയോട് ഉത്തരവാദിത്വം ഉണ്ട്, എന്റെ കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്കും. തിരിച്ച് എന്റെ അച്ഛനമ്മമാരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് മക്കൾക്കും തോന്നുകയാണെങ്കിൽ ഇവിടെ ഒരു ലഹരിയുടെയും പ്രശ്നം ഉണ്ടാവില്ല, യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവുകയില്ല. എല്ലാവരും നന്നായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്നോടൊപ്പം വന്ന 10,000 പേരുടെ ജീവിതമാണ് മാറിയിരിക്കുന്നത്. ജോലി ഇല്ലാതെ കൊണ്ട് പോയവരൊക്കെ ജോലി കിട്ടി. അങ്ങനെ എനിക്ക് പറയാനാണേൽ ഒരു ദിവസം ഇരുന്നാൽ തീരുകയില്ല, അത്രയേറെ കഥകളുണ്ട്. അത്രയും ആളുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ആളുകൾക്ക് 2-3 വർഷം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 21 ദിവസം കൊണ്ട് വീട്ടിൽ സന്തോഷം ഉണ്ടാക്കാനുള്ള ട്രിക്കുമായിട്ട് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ വരും. താങ്ക് യു. വളരെ സന്തോഷം ടീച്ചർ, നമുക്ക് ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ. എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥ് രാജശേഖർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു ഫ്രീഡം ബിസിനസ് മോഡലിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചത്, നമ്മൾ എങ്ങനെയാണ് ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കുക, എനിക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് കുറേ ടെക്നോളജി പഠിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെക്നോളജിയും ടൂൾസും അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പക്ഷെ അതല്ല, ഒരു വ്യക്തിയുടെ ലൈഫിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ട്രെയിനിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചറുടെ വായിൽ നിന്നും അത് തന്നെയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അത് വളരെ സന്തോഷം തരുന്നുണ്ട്. കാരണം നമ്മൾ ഫൈനലി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഫൈനലി ഒരു വാക്കുകൊണ്ടോ ഒരു ചെറിയൊരു പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ വ്യത്യാസം വരുത്താൻ കഴിഞ്ഞാൽ അതാണ് ഒരു വലിയ കാര്യമെന്നുള്ളത്. സോ നമുക്ക് മുന്നേറ്റാം. ഇതൊരു ആദ്യത്തെ ഹോൾ ഓഫ് ഫെയിംസ് ആണ്. ഇനിയും ടീച്ചറുടെ ഒരു വലിയ അച്ചീവ്മെൻറ്റ്സുകൾ വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് സംസാരിക്കാം, ഒരുമിച്ച് മുന്നേറാം. ടീച്ചർ വളരെ സന്തോഷം. താങ്ക് യു. ഫ്രീഡം ഒരു അവസരമാണ്. നമ്മുടെ ഒരേ ഒരു ജീവിതം സന്തോഷകരമാക്കി തീർക്കുവാനുള്ള ഒരു അവസരം. ആ അവസരം കണ്ടെത്തുന്ന ഇടത്തു നിന്നാണ് നമ്മുടെ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത്. ഞാനൊരു ഏജൻസി റൺ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഞാനൊന്ന് ഓർക്കുമ്പോൾ ധാരാളം പ്രോജക്റ്റുകൾ, ഒരു പ്രോജക്റ്റ് ചെയ്തു തീരുമ്പോൾ ധാരാളം പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുന്നു. അല്പസമയം പോലും കുടുംബത്തോടും കുട്ടികളോടും സമാധാനത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ കഴിയാതിരുന്ന ഒരു കാലം. എൻ്റെ മനസ്സ് പോലെ തന്നെ വീടും ചുറ്റുപാടും ഒക്കെയും ആ സമയത്ത് ഇരുണ്ടിരുന്നു. ധാരാളം തിരക്കുകളോട് തിരക്ക്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുവാൻ ഒരു മെൻറ്ററെ ലഭ്യമായത്. ഒരുപാട് സക്സസ്ഫുൾ വാല്യൂ തൊട്ടറിഞ്ഞ സമയമായിരുന്നു അത്. കുടുംബം, കുട്ടികൾ, കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബത്തോടുമൊപ്പമുള്ള നിമിഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാം ഞാൻ ആസ്വദിച്ചു തുടങ്ങി. എന്നിൽ മാത്രമല്ല, കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലും ആ പോസിറ്റീവ് എനർജി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇതുവരെയുള്ള ബിസിനസ് എല്ലാം നിർത്തി ഒരു ഫ്രീഡം ബിസിനസ് മോഡലിൻ്റെ ആദ്യപടി കൂടിയായിരുന്നു അത്. എൻ്റെ മെൻറ്റർ എന്നിലേക്ക് തന്ന വാല്യൂസ് അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തുടങ്ങി. ഇൻ്റർനെറ്റിലൂടെ
കോച്ചിങ്ങിൽ എൻ്റെ മുന്നിൽ ഫ്രീഡത്തിൻ്റെ പുതിയൊരു വാതിൽ തുറക്കുമായിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ചുറ്റുപാടുകൾ മാറുവാൻ തുടങ്ങി. ബിസിനസ് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്നിടത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യുവാൻ തുടങ്ങി. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും അത് പ്രതിഫലിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ പരിധികൾ ഭേദിക്കപ്പെട്ടു. ഫ്രീ ആയി എക്സ്പ്ലോർ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു. ഒരുപാട് ഹൃദയങ്ങളെ തൊട്ടറിയുവാൻ കഴിഞ്ഞു. ജീവിതത്തിലും ബിസിനസ്സിലും ഒത്തുപോകാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ അതിലുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരും തൻ്റെ പഴയകാലം എന്നെ ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു. എൻ്റെ മെൻറ്റർ എന്നിലേക്ക് പകർന്നു തന്ന വാല്യൂസ് അവരിലേക്ക് ഞാൻ പകർന്നു നൽകി. പലരുടെയും വാതിലുകൾ അടഞ്ഞ ജീവിതത്തിൽ ഒരു വിളക്കാകുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയ നിമിഷം കൂടിയായിരുന്നു അത്. എൻ്റെ ഓരോ വിദ്യാർത്ഥികളും മികച്ച റിസൾട്ടുകൾ കിട്ടുവാൻ തുടങ്ങി. എന്നെപ്പോലെ അവരും ലൈഫിൽ ഫ്രീഡം ആസ്വദിക്കാൻ തുടങ്ങി. ഓൺലൈനായിട്ട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ അവരും ആരംഭിച്ചു. ഫ്രീഡം ബിസിനസ് എന്നാൽ ഒരു എക്കോ സിസ്റ്റമാണ്. ഓട്ടോമേഷനും സ്ട്രാറ്റജിയും സംയോജിപ്പിച്ച് ഇവിടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നു. ബിസിനസ് എന്നത് കേവലം പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നത് കൂടിയാകണമെന്ന് എൻ്റെ ഓരോ സ്റ്റുഡൻസും പഠിച്ചു കഴിഞ്ഞു. എന്നെപ്പോലെ മറ്റുള്ളവർക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന കുറേയേറെ കമ്മ്യൂണിറ്റിയെ ഇന്ന് അവരും ലീഡ് ചെയ്യുന്നു. നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ ലോകത്തിൽ കുറേ പേർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളും അറിവുകളും മൂല്യങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും മാത്രം ഒതുക്കി വെക്കുവാൻ ഉള്ളതല്ല. ഇൻ്റർനെറ്റിൻ്റെ വലിയ സാധ്യതയിലൂടെ ലോകമെമ്പാടും നിങ്ങളെ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങളുടെ സേവനം എത്തിക്കേണ്ട സമയമാണിത്. പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ചരിത്രത്തിൽ കുറേ പേരുടെ മനസ്സിൽ നിങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. നിങ്ങൾക്കത് അനുഭവിച്ചറിയാം. നിങ്ങൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത്, ആ നിമിഷമാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. Come on, get up. The world wants you.